ഗായ്സ് ഞങ്ങൾ ഇന്ന് ഗോവയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ കൂടി കൂട്ടിയ 5ാമത്തെ വട്ടമാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. ഇന്നാണെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാരണം ഞങ്ങൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിക്കണം. ഇനി പോകാതിരിക്കുമെന്ന് അറിയില്ല. ട്രെയിൻ വന്നപ്പോ ഈ ചൂട് നിന്നൊന്നും രക്ഷപ്പെടാൻ ഞങ്ങൾ ട്രെയിനിക്ക് കയറി. അപ്പോഴാണ് മനസ്സിലായത് ഇന്ന് പുറത്തേന്ന് ഭേദം. പക്ഷെ ഞങ്ങൾ ബുദ്ധിയുള്ളവരാണ്. ഞങ്ങൾ നേരെ പോയി AC കമ്പാർട്ട്മെന്റിൽ ആരും അറിയാത്ത പോലെ കുറച്ചു നേരം തോന്നുന്നു. അതിൽ ആ ട്രെയിനിലേക്ക് ഒരു പെട്ടി വരുന്നു. പിന്നെ ഗോവ എത്തുന്ന വരെ ഈ പെട്ടിയായിരുന്നു. ആരും ഒരാളുടെ പെട്ടിയെ മാറ്റിയാക്കാൻ വേണ്ടി ആകുമ്പോൾ തൊട്ടേന് അതിനെ വരുന്ന ഒരാളേക്ക് തെറിയേക്കണാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു ചങ്ങായുടെ പെട്ടിയാണ് ഇത്രത്. ഇതുകൊണ്ട് ആകെ കുടിക്കുന്നത് ഞങ്ങളാണ്. ചൂട് കാരണം കോഴിക്കോട് ഇറങ്ങിയിട്ട് ഊട്ടിക്ക് അങ്ങനെ റെന്റിന് കാർ എടുത്ത് പോയാലോ എന്ന് വരെ ഞങ്ങൾ ചർച്ച ചെയ്തു. പേരത്തെ കുറിച്ച് മംഗലവരം എത്തിയപ്പോഴാണ് നമ്മളെ കൂടുതൽ ഇമ്പായി ഫുഡ് കഴിക്കണേ റെയിൽവേന്ന് കഴിക്കുന്നതുകൊണ്ട് ഓർഡർ ചെയ്തു. ഫുഡൊക്കെ വാങ്ങി ഉള്ളിൽ കയറിയപ്പോൾ ഞങ്ങളെ സീറ്റ് ഞങ്ങളെ നല്ല ആരൊക്കെ കയറിയിലിരുന്നു. ഒക്കെ ഇവിടുന്ന് വേഗം വിട്ടുള്ളിൽ അടിച്ച് മറ്റേക്കാക്കാൻ വേണ്ടി ഞങ്ങൾ ഫുഡൊക്കെ ആയിട്ട് ഞങ്ങൾ ടെറസിന്റെ മേലെ കയറിയായിട്ട് കഴിച്ചു. ഫുഡ് ചെരുപ്പ് പോയി. ടെറസിന്റെ മേലെ കയറി ഇറങ്ങിയപ്പോൾ ബെന്റെ ചെരുപ്പ് കാണല്ലേ. ഇറങ്ങാൻ നേരത്തെ നമ്മൾ ആളെ പിടിച്ചു കയ്യോടെ. എന്തൊക്കെയല്ലേ ഒരു ട്രെയിനിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഞങ്ങൾ ഇടങ്ങേറപ്പെടുന്ന തീരും. ഞങ്ങൾ ആകെയുള്ള ഗോവയിലേക്ക് വരാനുള്ള ടിക്കറ്റ് മാത്രമാണ്. റൂമില്ല, തിരിച്ചു പോകാനുള്ള ടിക്കറ്റില്ല, ഒന്നുമില്ല. എന്താ ഗോവയിലൊരു മതിലാട്ടല്ലേ? ഒന്നുമല്ല, റൂം തരുന്നോണ്ട് ഇറക്കുകയാണ്. ഗോവയിലെ മഡ്ഗൗണിക്ക് നിങ്ങൾ വരികയാണെങ്കിൽ റൂം എടുത്ത് മാത്രം പേയ്മെന്റ് എടുത്ത് ബുക്ക് ചെയ്ത റൂമുകാർ ഫോൺ എടുക്കാതെ നിൽക്കണം നിർത്താണ് നിങ്ങൾ കാണുന്നത്. അത് പോരാത്തതിന് പട്ടികൾ പിന്നാടെ കൂടുക. ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ സ്കെച്ച് ചെയ്ത് വണ്ടി മുന്നിൽ തിരിച്ചു പോകും. കായ് പോയാലും വാനിലാച്ചിട്ട് ഞങ്ങൾ കിട്ടിയ റൂം എടുത്തു വേഗത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ. ബാക്കി നാളെ ഗോവയിൽ നിന്ന് അതിലും ശരിയാവും വിചാരിക്കാം.